ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഡേ ആഫ്റ്റർ മൈ വർക്ക് ഈവനിങ് വ്ളോഗാണ് കേട്ടോ. മെയ് 1 എടുത്ത വീഡിയോ ആണ്. ലേബേഴ്സ് ഡേ അന്ന് നാട്ടിലാണെങ്കിൽ നമുക്ക് ഹോളിഡേ കിട്ടുമായിരുന്നു. പക്ഷേ ഇത് UAE അല്ലേ, ഇവിടെ പണിയെടുത്തേ പറ്റുള്ളൂ, വർക്കിംഗ് ആണ്. ഫ്രൈഡേ അല്ലേ വീക്കെൻഡ്, സോ കുറേ വർക്ക് ഉണ്ടായിരുന്നു കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ ഇച്ചിരി ബിസി ആയിരുന്നു. സാറ്റർഡേ സൺഡേ ഹോളിഡേ ആയതുകൊണ്ട് ഫുള്ളും ഫിനിഷ് ചെയ്യണമായിരുന്നു. ഹോളിഡേയ്സ് കിട്ടും. UAE പബ്ലിക് ഹോളിഡേയ്സ് ആണ് നമുക്ക് ഹോളിഡേ വരുന്നത്. ഇനിയിപ്പം ലോങ് ഹോളിഡേയ്സ് വരുന്നുണ്ട് മെയ് ലാസ്റ്റ് വീക്ക്. അപ്പോൾ ഒരു വൺ വീക്കൊക്കെ അടുപ്പിച്ച് നമുക്ക് ഹോളിഡേ കിട്ടും. എൻ്റെ ഓഫീസ് ആദ്യം മദീന സയദ് ഓഫീസ് ടവറിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ 2 months ആയിട്ടാണ് ഷിഫ്റ്റ് ആക്കിയത്. ഇപ്പോൾ ഉള്ളത് അബുദാബി ബസ് സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. മദീന സയദിലായിരുന്നപ്പോൾ എനിക്ക് നടന്ന് പോയാൽ മതിയായിരുന്നു, ജസ്റ്റ് 20 minutes എടുക്കുകയുള്ളൂ. ഇതിപ്പോൾ ബസ്സിലാണ് പോകുന്നത്. ഒരു 2-3 സ്റ്റോപ്സ് ഉണ്ട്. അപ്പോൾ 6 o'clock ബസ്സാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് ഇറങ്ങണം, ഇല്ലെങ്കിൽ പിന്നെ ലേറ്റ് ആവും. 6:15 ഒക്കെ ആവും, 6:20 ഒക്കെ ആകുമ്പോഴേ അടുത്ത ബസ് വരുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോവുകയാണ് കേട്ടോ. 95 dirhams മന്ത്ലി ബസ് കാർഡ് റീചാർജ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല, ഏത് ബസ്സിൽ വേണേലും കയറാം. എൻ്റെ സ്റ്റോപ്പിലുള്ള ബസ്സിൽ എപ്പോൾ വേണേലും നമുക്ക് യാത്ര ചെയ്യാം. അൺലിമിറ്റഡ് ആണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ വർക്കൊക്കെ ഫിനിഷ് ചെയ്ത് നേരെ ബസ് സ്റ്റോപ്പിൽ പോയി. 5:50 ഒക്കെ ആയപ്പോഴത്തേക്കും ബസ് കിട്ടി. നേരെ റൂമിലെത്തി. ഇവിടെ ചൂട് കൂടി കേട്ടോ UAE-ൽ. ഇനിയിപ്പോൾ ഒരു 6 months വരെ നല്ല ചൂട് തന്നെ ആയിരിക്കും. പിന്നെ ഇവിടെ പുറത്തൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും ചൂട് കൊണ്ടാൽ മതി. ബസ്സിലും പിന്നെ അപ്പാർട്ട്മെൻറ്റ് ഓഫീസിലൊക്കെ AC ആയതുകൊണ്ട് ഇച്ചിരി ആശ്വാസം. അങ്ങനെ റൂമിലെത്തി ഫ്രഷായി. അപ്പോഴാണ് ഗൈസ് ഞാൻ ഓർത്തത്, കടല ഞാൻ രാവിലെ വെള്ളത്തിൽ ഇട്ടില്ലായിരുന്നു കുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ കടല എടുത്ത് കുക്കറിൽ ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ചു. അറിയത്തില്ല ഇനി വെന്ത് കിട്ടുമോ ഇല്ലയോ. ഒരു 10-12 വിസിൽ വരെ കേൾക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ റൂമിലേക്ക് വന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. ഓഫീസിൽ വെച്ച് ദോശ കഴിച്ചിട്ടുണ്ടായിരുന്നു. ചോറ് വന്നിട്ടാണ് കഴിക്കുന്നത്. പുതിയ ഓഫീസ് ആയത് കാരണം അവിടെ ഓവനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എന്തായാലും ചോറ് ഞാൻ ഉച്ചയ്ക്ക് കഴിക്കുമ്പോൾ ചൂടാക്കി കഴിക്കാറുള്ളൂ. അപ്പോൾ അത് ഒരു ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ പിന്നെ റൂമിൽ വന്നിട്ട് ചോറ് കഴിക്കുന്നത്. അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ തന്നെ വീട്ടിലും വിളിച്ചായിരുന്നു. അമ്മയടുത്തും ചേച്ചിയടുത്തൊക്കെ സംസാരിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കോഫി കുടിക്കുകയാണ് കേട്ടോ. കോഫി ഞാൻ എന്നും കുടിക്കാത്തതാണ്, പക്ഷേ ഇന്ന് ഞാൻ മൂവിക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പേട്രിയോട്ട് മൂവി കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. ഹസ്ബൻഡ് ഡ്യൂട്ടി കഴിഞ്ഞ് 7 ഒക്കെ ആയപ്പോൾ എത്തി. വന്നപ്പോഴത്തേക്കും ഗിസാർഡ് മേടിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് പുള്ളി തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. ഫ്രൈഡേ എനിക്ക് റെസ്റ്റ് ഡേ ആണ്. സോ ഞാൻ പറഞ്ഞു കുക്ക് ചെയ്തോളാൻ. പിന്നെ കടല വെന്തില്ല കേട്ടോ. പിന്നെ വീണ്ടും ഞാൻ കുക്കറിലിട്ടിട്ട് വീണ്ടും ഒരു 10-12 വിസിൽ കേട്ടു. അതിനുശേഷം നല്ലപോലെ വെന്തിട്ടുണ്ടായിരുന്നു. സാറ്റർഡേ സൺഡേ എനിക്കും ഹസ്ബൻഡിനും ഓഫായത് കാരണം നമ്മൾ ഫ്രൈഡേ പോകാമെന്ന് വിചാരിച്ചു. ഫ്രൈഡേയിൽ റിലീസ്. അപ്പോൾ അങ്ങനെ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു. 10:30 PM ഷോ. ജോലി കഴിഞ്ഞ് വന്നിട്ട് നല്ല ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്താ, പേട്രിയോട്ട് ഞാൻ മസ്റ്റ് വെയിറ്റഡ് മൂവി ആയിരുന്നു. നമ്മുടെ മമ്മൂക്കയും ലാലേട്ടനും ഒക്കെ ഒന്നിച്ച് കുറേ വർഷങ്ങൾക്ക് ശേഷം അഭിനയിക്കുന്ന മൂവിയല്ലേ, അതുകൊണ്ട് കാണാനായിട്ടൊരു ഇൻട്രസ്റ്റ്. ഞാൻ 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും സ്റ്റാർട്ടായി റെഡി ആവാൻ. എനിക്ക് കുറച്ച് ടൈം വേണം. 10:30-ക്കല്ലേ ഷോ. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ റെഡിയായി. മേക്കപ്പൊക്കെ ചെയ്യണമായിരുന്നു. മേക്കപ്പ് ഇങ്ങനെ ഹസ്ബൻഡിൻ്റെ കൂടെ എവിടെയെങ്കിലും പുറത്തൊക്കെ പോകുമ്പോൾ മാത്രമേ ചെയ്യാറുള്ളൂ. ഓഫീസിൽ പോകുമ്പോൾ നോ മേക്കപ്പാണ്, ജസ്റ്റ് സ്കിൻ കെയർ മാത്രമേ ചെയ്യാറുള്ളൂ. ഞാനൊരു ഗ്രീൻ കളർ സ്ലീവ്ലെസ് ഡ്രസ്സാണ്, ടോപ്പാണ് കേട്ടോ വെയർ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ സ്കിൻ കെയർ ചെയ്തു. ഫേസ് വാഷ് ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാൻ ഇത് കേട്ടോ, പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇത് കൺസീലർ, ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട് കേട്ടോ എനിക്ക്. അപ്പം അതൊക്കെ പോകാൻ വേണ്ടിയിട്ട്, ഒന്ന് ഫെയ്ഡ് ആവാൻ വേണ്ടിയിട്ട് അതും അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിന് ശേഷം ഞാൻ NYBയുടെ ഫൗണ്ടേഷൻ ഉണ്ട് കേട്ടോ, 3-in-1. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കോമ്പാക്ട് പൗഡർ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ ലിപ് ബാം, ലിപ്സ്റ്റിക്കും. അത് കഴിഞ്ഞിട്ട് കുഞ്ഞ് പൊട്ടും. പിന്നെ ഹെയർ കെട്ടി വെക്കുന്നൊന്നുമില്ല, ജസ്റ്റ് അഴിച്ചിടുന്നതേ ഉള്ളൂ. ഞാൻ റെഡിയായി കഴിഞ്ഞിട്ടും ഹസ്ബൻഡ് IPL കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു റെഡിയാവ്, ടൈമില്ല എന്നൊക്കെ. അങ്ങനെ നമ്മൾ റെഡിയൊക്കെ ആയി. ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഫുഡ് ഞാൻ ചോറ് കഴിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്ക് വിശപ്പില്ലായിരുന്നു. ഹസ്ബൻഡ് ഗിസാർഡും കുറച്ച് ചോറും കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 10:15 ഒക്കെ ആയപ്പോഴത്തേക്കും മോളിലെത്തി. നമ്മൾ WTC മോളിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്.
അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു 10-15 മിനിറ്റ്സേ ഉള്ളൂ, നടന്ന് തന്നെ പോവാം. ടാക്സിയോ ബസ്സിലോ ഒന്നും പോകേണ്ട കാര്യമില്ല. നമ്മൾ നേരത്തെ എത്തിയ കാരണം പിന്നെ റൂഫ് ടോപ്പിലൊക്കെ പോയി അവിടെ കുറച്ച് നേരം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ 10:30 സ്ക്രീൻ ഓപ്പൺ ആയി. പക്ഷേ മൂവി തുടങ്ങിയത് 10:45 കേട്ടോ ആദ്യം. പിന്നെ അഡ്വർടൈസ്മെൻ്റൊക്കെ കാണിക്കുമല്ലോ. മൂവിയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു വോ ഫാക്ടറൊന്നും ഇല്ല, നല്ല ലാഗായിരുന്നു. ഫസ്റ്റ് ഹാഫ് കുറച്ച് ബെറ്ററായിട്ട് തോന്നി. ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. സെക്കൻഡ് ഹാഫ് ഒട്ടും കൊള്ളത്തില്ലായിരുന്നു, നല്ല ലാഗായിരുന്നു. ഹസ്ബൻഡൊക്കെ ഇരുന്ന് ഉറങ്ങി, ഞാൻ പിന്നെ ഉറങ്ങിയില്ല, പൈസ കൊടുത്ത് വന്നതല്ലേ, അതുകൊണ്ട് ഫുള്ള് ഇരുന്ന് കണ്ടു. 3 hours മൂവിയായിരുന്നു. ഇത്രയും ഹൈപ്പും എക്സ്പെക്റ്റൊക്കെ കൊടുത്തപ്പോൾ നമ്മൾ വിചാരിച്ച് കിടിലം മൂവി ആയിരിക്കും. പിന്നെ മമ്മൂക്ക ലാലേട്ടൻ അവരുടെ കംബാക്ക് അല്ലേ ഒരുമിച്ചുള്ള, അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ അവരുടെ ഒരു കോംബോ ഒന്നും നല്ലപോലെ വർക്കൗട്ടൊന്നും ആയില്ല. മൂവി കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഹസ്ബൻഡ് ചോദിച്ചു, ഇതിൻ്റെ അകത്ത് നയൻതാരയില്ലേ, നയൻതാര എവിടെയെന്ന്. അത് പറഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നയൻതാര എൻട്രി വന്നു. പക്ഷേ നയൻതാരയ്ക്ക് പകരം അത് വേറെ ആരെങ്കിലും ചെയ്താൽ മതിയായിരുന്നു. ജസ്റ്റ് ഒരു 20 മിനിറ്റ്സേ വരുള്ളൂ നയൻതാരയുടെ റോള്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ റിവ്യൂ കേട്ടില്ല, എല്ലാവരും ചോദിച്ചു എന്താ റിവ്യൂ ഇട്ടിട്ട് പോവാത്തേന്ന്. കാരണം ഇത്രയും ഒരു മാസ് മൂവിയല്ലേ. അപ്പോൾ ഫസ്റ്റ് ഹാഫ് സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴത്തേക്ക് റിവ്യൂ വന്നായിരുന്നു, കിടിലം കൊള്ളാം എന്നൊക്കെ. അത് കേട്ടാണ് പിന്നെ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ഇത്രയും ഹൈപ്പും എക്സ്പെക്റ്റേഷനും കൊടുത്തപ്പോൾ നമ്മൾ വിചാരിച്ചു കിടിലം മൂവി ആയിരിക്കുമെന്ന്. പക്ഷേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിൻ്റെ അത്രയൊന്നും വന്നിട്ടില്ല. OTT ഇറങ്ങുമ്പോൾ കണ്ടാൽ മതിയായിരുന്നു, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ലെങ്തി മൂവി ആയിരുന്നു, 3 hours ആയിരുന്നു. മൂവി കഴിഞ്ഞപ്പോൾ തന്നെ 2 മണിയായി. പിന്നെ നമുക്ക് നല്ല ഉറക്കവും വരുന്നുണ്ടായിരുന്നു, നല്ല വിശപ്പും അടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ WTCയുടെ അടുത്ത് തന്നെ സീസൈഡ് റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ നിന്നാണ് കേട്ടോ നമ്മളെപ്പോഴും ഫുഡ് മേടിക്കുന്നത്. അപ്പോൾ അവിടെ പോയി നമ്മൾ ഹാഫ് ചാർക്കോൾ ടേക്ക് അവേ പറഞ്ഞു. ഫുഡും മേടിച്ച് നമ്മൾ നേരെ റൂമിലേക്ക് പോയി. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് ആഫ്റ്റർ വർക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ ഓൾ.